ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ കാലത്തുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ആടിനുള്ള പിണ്ണാക്കും തവിടും തലേ ദിവസത്തെ ചോറ് കഞ്ഞിവെള്ളം എല്ലാം കൂടി ചേർത്തിട്ട് സെറ്റാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടാണ്. അപ്പോൾ അതവിടെ ഇരുന്ന് ഒന്ന് പാകമായിക്കോളും, പിണ്ണാക്കൊക്കെ ഒന്ന് കുതിർന്നോളും. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ അത് ചെയ്യണത്. പിന്നെ ചോറ് വെച്ച ചെമ്പൊക്കെ കഴുകി കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴുകി പിന്നെ മീൻ നന്നാക്കാനുണ്ടായിരുന്നു, മീൻ നന്നാക്കി തിരുമ്പാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് പുട്ടുണ്ടാക്കണത് കേട്ടോ. അപ്പോൾ പുട്ടുണ്ടാക്കൽ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് പുട്ടും പഴമായിരുന്നു കേട്ടോ. അപ്പോൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ആടുകളെയൊക്കെ വിട്ടിട്ട് വെള്ളമൊക്കെ കാട്ടി അപ്പോഴേക്കും 9 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആടുകളെയൊക്കെ വിട്ട് വെള്ളമൊക്കെ കാട്ടി അവർക്ക് ഇലയൊക്കെ കെട്ടി കൊടുത്ത് എല്ലാവരെയും കെട്ടിയിട്ടതിന് ശേഷം വന്നിട്ടാണ് ചോറിന് തീ കത്തിക്കണം കേട്ടോ. ചോറിന് തീ കത്തിച്ചിട്ട് അരിയൊക്കെ കഴുകിയിട്ട് അപ്പോൾ അതിനോടൊപ്പം തന്നെ ഞാൻ തേങ്ങ വറക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ വറക്കുമ്പോൾ വെളുത്തുള്ളി, ചുവന്നുള്ളി, വേപ്പില, പെരിഞ്ചീരകം, കുറച്ച് മല്ലി ഇതെല്ലാം കൂടിയിട്ട് തേങ്ങ വറുത്ത് പിന്നെ തേങ്ങ മൂത്ത് വരുമ്പോൾ പൊടികൾ കുറച്ച് മല്ലിപ്പൊടിയും മുളകും പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മല്ലിപ്പൊടി ഇട്ടാൽ മതി. മല്ലി കുറച്ച് വറക്കണേലിട്ട കാരണം കുറച്ച് മല്ലിപ്പൊടി ഇടുള്ളൂ. അത് കഴിഞ്ഞ് ചൂടാറിയതിൻ്റെ ശേഷം തേങ്ങ അരയ്ക്കുമ്പോൾ കുറച്ചും കൂടി പച്ചത്തേങ്ങ ചേർത്തിട്ടാണ് അരച്ചത് കേട്ടോ. അപ്പോൾ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ അരച്ച് റെഡിയാക്കി കൂട്ടാനൊക്കെ കലക്കി തക്കാളിയും പച്ചമുളകും വേപ്പിലയൊക്കെ ഇട്ടിട്ട് കറിയൊക്കെ കലക്കി റെഡിയാക്കി വെച്ചിട്ടാണ്. അപ്പോൾ ചോറ് വെന്താന്ന് നോക്കുമ്പോൾ ഒന്നും കൂടി വേവാണ്ടായിരുന്നു, ഒന്നും കൂടി തിളയ്ക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് ഉപ്പേരി ഗ്യാസുമ്മ വെച്ചിട്ടാണ്. അത് കടുകും ഉണക്കമുളകും വേപ്പിലയും ഇട്ടിട്ടാണ് ഉപ്പേരി ഉണ്ടാക്കണത് കേട്ടോ. ഒന്നരാടാണ് ഉള്ളി ഇട്ടിട്ട് ഉപ്പേരി ഉണ്ടാക്കുകയുള്ളൂ, ഒന്നരാടം കടുക് ഇട്ടിട്ട് അങ്ങനെ ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഉപ്പേരി അവിടെ കിടന്ന് വേവുണ്ട്. ആ സമയം കൊണ്ട് ചോറ് വെന്തിട്ടാണ്. ചോറ് വെന്തപ്പോൾ കറി അടുപ്പത്ത് കിടന്ന് വേവുണ്ട്, ചോറ് ഊറ്റുന്നുണ്ട്, ഉപ്പേരി ഗ്യാസുമ്മലും വേവുണ്ട് കേട്ടോ. അപ്പോൾ അത് മൂന്നും കൂടി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്ക് വേഗം ഉമ്മറം പോയിട്ട് അടിച്ചു വാരിയിട്ടിട്ടാ. എന്നിട്ട് ഉമ്മറം തുടച്ച് പിന്നെ അകങ്ങളൊക്കെ അടിച്ചു വാരിയിട്ടിട്ടാ. അകങ്ങൾ തുടച്ചിട്ടില്ല. അപ്പോഴേക്കും ഇതൊക്കെ റെഡിയായി. കറി വറവിട്ട് കറി അടുക്കളയിൽ ഇറക്കി കൊണ്ടുവച്ച് പിന്നെ ഉപ്പേരിയും വെന്ത് ചോറ് ഊറ്റലും കഴിഞ്ഞിട്ടാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി ആട്ടുംകൂട് വൃത്തിയാക്കൽ കഴിഞ്ഞിട്ടാണ് പിന്നെ ആടിന് വെള്ളം കാട്ടലൊക്കെ ചെയ്തത്. വെള്ളം കാട്ടണേക്കാളും മുന്നേ പോയിട്ട് ഇല പറക്കി കൊടുന്നിട്ടാണ്. പഴുത്ത പ്ലാവിൻ്റെ ഇല പോയി പറക്കി കൊടുന്ന് തോനെ ഒരു ചാക്ക് ഇല ഉണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് സമയം അങ്ങനെ പോയിട്ട് ഒരു 1:30 ആയപ്പോഴേക്കും എന്നിട്ട് വേഗം കൂട്ടിലിട്ട് കൊടുത്ത് ആടിനെയൊക്കെ കൂട്ടിലാക്കി. അതിന് ശേഷം ചുറ്റുഭാഗം വൃത്തിയാക്കി ആട്ടുംകൂടിൻ്റെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇനിയും തുടർന്ന് കാണണം കേട്ടോ എല്ലാവരും.